ഇപ്പോൾ SFI നേതാവിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ സംരക്ഷിച്ച് SFI അഭിരാജിനെ ഭീഷണിപ്പെടുത്തി പോലീസ് കേസെടുത്തതാണെന്നാണ് SFI ഏരിയ പ്രസിഡന്റ് ദേവരാജ് ആരോപിച്ചു. അഭിരാജ് സിഗരറ്റ് പോലും ഉപയോഗിക്കുന്ന ആളല്ല. 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത് KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ്. ഒളിവിൽ പോയ ആദിൽ KSUവിനായി മത്സരിച്ച വിദ്യാർത്ഥിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നും SFI ആവശ്യപ്പെട്ടു. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ അഭിരാജ് പറയുന്നുണ്ട്, ഞാനിത് ഉപയോഗിക്കുന്നില്ല, എനിക്കറിയില്ല, എന്റേതല്ല ഈ വസ്തു എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അഭിരാജിനെ ഭീഷണിപ്പെടുത്തുകയും അഭിരാജിന്റെ പേരിൽ കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. SFIക്ക് 100% ഉറപ്പുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഈ പോളിടെക്നിക് ക്യാമ്പസിലാണെങ്കിലും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഏത് ക്യാമ്പസിലാണെങ്കിലും നിരന്തരമായി ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ലഹരി മാഫിയ ഗ്യാങ്ങുകളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കളമശ്ശേരിയിൽ SFI. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ക്യാമ്പസിനകത്ത് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് SFI തയ്യാറാവില്ല. ഈ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന അനന്തു എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്നാണ് ഈ ക്യാമ്പസിനകത്തേക്ക്, ഹോസ്റ്റലിനകത്തേക്ക് 2 കിലോയോളം വരുന്ന കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ആ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിനകത്ത് സജീവമായി KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ, KSUവിന്റെ ഈ ക്യാമ്പസിനകത്തുള്ള പ്രൊഫൈലുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.